ഗവൺമെൻറ് പല പ്രോപ്പർട്ടികളും പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും. അതായത് നമുക്കറിയാം, ഇപ്പം നമ്മുടെ എന്താ പറയുക, നാഷണൽ ഹൈവേ വൈഡനിങ്, രണ്ട് ഭാഗത്തുള്ള ആളുകളുടെ പ്രോപ്പർട്ടി അക്വയർ ചെയ്തു. നമുക്ക് IT പാർക്കുകൾ വരുന്നുണ്ട്, ഗവൺമെൻറ് പുതുതായിട്ട് പ്രോപ്പർട്ടികൾ അക്വയർ ചെയ്യുന്നുണ്ട്. കിൻഫ്ര പല കാര്യത്തിനും പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് പല പ്രോപ്പർട്ടികൾ അക്വയർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഈ 5% സെല്ലബിൾ ആണെന്ന് പറയുന്ന പ്രോപ്പർട്ടി പോലും ഓരോ ദിവസം ചെല്ലുന്തോറും പല കാര്യങ്ങൾ കൊണ്ട് കുറഞ്ഞു വരികയാണ്. പ്രൈവറ്റ് കമ്പനികൾ അവർ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അക്വയർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു അനിൽ സാറ് ഇവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങി, ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി വാങ്ങി. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒരാളത് വാങ്ങണമെന്ന് വിചാരിച്ച് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണെങ്കിൽ നാളെ ചെല്ലുമ്പോൾ ലാൻഡ് അവൈലബിൾ ആണോ? അവൈലബിൾ അല്ല, അതാ ഒരാൾ വാങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ നാട്ടിലും നമ്മുടെ പട്ടണത്തിലും എല്ലാം നമ്മൾ വാങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ലാൻഡുകൾ ഓരോ ദിവസം ചെല്ലുന്തോറും പല ആളുകളും വാങ്ങിപ്പോവുകയാണ്. അവർ പിന്നെ അത് വിൽക്കാൻ വേണ്ടി വെക്കുന്നില്ല. അപ്പം ഓരോ ദിവസം ചെല്ലുന്തോറും നമുക്ക് സെല്ലബിളായിട്ടും അതേപോലെ വാങ്ങാൻ പറ്റുന്നതായിട്ടുള്ള പ്രോപ്പർട്ടിയുടെ അളവ് കുറഞ്ഞു വരികയാണ്. അതായത് ഉള്ളത് തന്നെ കുറവാണ്, അതിൽ ഓരോ ദിവസം ചെല്ലുന്തോറും വീണ്ടും വീണ്ടും കുറഞ്ഞു വരികയാണ്. നമുക്ക് ഈ രഘുനന്ദൻ നായരുടെ എന്താ പറയുക, ക്രെഡായുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, SI പ്രോപ്പർട്ടീസിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ വോയിസ് നമുക്ക് കേൾക്കാം. ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യിക്കുമോ? നമ്മൾ കേരളത്തിൻ്റെ സ്ഥിതി എടുക്കുമ്പം നമുക്ക് 96 ലക്ഷം ഏക്കറേ ഉള്ളൂ കേരളത്തിന്. വി ഗോട്ട് ദ ഹയസ്റ്റ് ഫോറസ്റ്റ് കവർ, 32% ഫോറസ്റ്റ് ആണ്, 32%. ദെൻ വി ഹാവ് ദ വെസ്റ്റേൺ ഗാർഡ്സ്, ഇക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ്. So you have 30% going for that. Then you come with we have നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി ആണെന്ന് നമ്മൾ പറയുന്നു. ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും വരുന്നു. വി ഗോട്ട് എ CRZ, a coastal line of 590 kilometers. 590 kilometers എന്ന് പറയുമ്പോൾ അത്രയും ഉള്ള കോസ്റ്റൽ സോൺ റെഗുലേഷൻ ആക്ട് ഇസ് ആപ്ലിക്കബിൾ, വെദർ ഇസ് 200 meters or 500 meters. അങ്ങനെ നമുക്ക് നോക്കുമ്പം ഈ CRZ കാരണം തന്നെ 30,000 ഏക്കർ മാറി കിട്ടുകയാണ്. 44 നദിയുണ്ട്. ഒരു നദിയുടെ ആവറേജ് ലെങ്ത് 64 കിലോമീറ്ററാണ്. അപ്പോൾ 2800 കിലോമീറ്റർ നദിയാണ് കേരളം മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും CRZ ഉണ്ട്. ദാറ്റ് ഗോസ് about 70,000 acres, 70,000 ഏക്കറോളം അങ്ങ് മാറും. ദെൻ യു ഹാവ് ദി ബാക്ക് വാട്ടേഴ്സ്. 1950 കിലോമീറ്റേഴ്സ് ആണ് നമ്മളെ ബാക്ക് വാട്ടേഴ്സ് ഉള്ളത്. ഈ 1950 കിലോമീറ്റർ അഗെയിൻ another 25,000 acres goes away. സോ മൊത്തത്തിൽ CRZ കാരണം തന്നെ ഏകദേശം 1.3 lakh acres ആണ് മൊത്തത്തിൽ മാറുന്നത്. സോ യു ഹാവ് എ സിറ്റുവേഷൻ വേർ റോഡ് പോയി, ഡെവലപ്പ് സിറ്റി വന്നു, പഞ്ചായത്ത്, വില്ലേജ് എല്ലാം കഴിഞ്ഞിട്ട് കേരളത്തിന് ഇപ്പോൾ ബാക്കിയുള്ള ഭൂമി ഇസ് ഹാർഡ്ലി 10 to 12 lakh acres. 12 ലക്ഷം ഏക്കർ ഇനി ബാക്കിയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന പലരുടെയും നിങ്ങളുടെ വരാൻ അടുത്ത തലമുറയ്ക്ക് ഭൂമി പോലും കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അദ്ദേഹം അവസാനം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത തലമുറയ്ക്ക് ഭൂമി പോലും കിട്ടാനുള്ള സാധ്യത കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ചിന്തിച്ച് നോക്ക്, നമ്മുടെ സങ്കല്പത്തിലുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നില്ല ഫ്ലാറ്റ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഫ്ലാറ്റ് വന്നത്? നമുക്ക് ഭൂമിയുടെ ലഭ്യത കുറഞ്ഞതുകൊണ്ടാണ് ഫ്ലാറ്റ് വന്നത്. നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പറ്റുന്നില്ല നാട്ടുമ്പുറത്ത് ഫ്ലാറ്റിൻ്റെ കാര്യം. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പണ്ട് ചെറിയ ടൗണുകളിൽ, ഇടത്തരം ടൗണുകളിലൊന്നും നമുക്ക് ഫ്ലാറ്റ് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പം അത് പതുക്കെ ചെറിയ ടൗണിലും ഇടത്തരം ടൗണിലും എല്ലാം ഫ്ലാറ്റുകൾ വന്നു. ഫ്ലാറ്റുകൾ വാങ്ങുന്നതിനെ പറ്റി പണ്ട് മനുഷ്യർക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു. ഇപ്പം അത് കോമണായി മാറി. അപ്പം നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അടുത്ത 10 വർഷം കഴിയുമ്പം എന്ത് സംഭവിക്കും എന്നതിനെ പറ്റിയുള്ള ഉൾക്കാഴ്ചയാണ് നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന കാര്യം. അപ്പം ഈ ഭൂമിയുടെ അപര്യാപ്തത, ആകാത്ത സാഹചര്യമാണ് ഇത്തരത്തിൽ ഫ്ലാറ്റും മറ്റു പല മേഖലയിലേക്കും ആളുകൾ പോകുന്നത്. അപ്പം ആ റിയൽ എസ്റ്റേറ്റ്, ആ ലാൻഡ് വളരെ കോസ്റ്റ്ലി ആയിക്കൊണ്ടിരിക്കും നാട്ടിൽ, ഇന്നും അല്ലെങ്കിൽ നാളെ. അപ്പം നമ്മൾ അതിനെപ്പറ്റി തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു പിക്ചറാണ്. ഇത് ദുബായ് 1991 എന്തായിരുന്നു എന്നാണ് ആദ്യത്തെ മുകളിലത്തെ പിക്ചർ കാണുന്നത്. ഇപ്പം 2012 ആയപ്പോൾ എന്തായി എന്നുള്ളതാണ് ഒന്നാമത്തെ പിക്ചർ. അതായത് 1991 ദുബായിൽ ലാൻഡ് ഇപ്പം നമുക്ക് അവിടെ വാങ്ങാൻ പറ്റുമായിരുന്നു എന്ന് വിചാരിക്കുക. നമുക്ക് അവൈലബിൾ ആണ് ലാൻഡ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇന്ന് ദുബായിൽ ഈ സ്ഥലത്ത് ലാൻഡ് വാങ്ങാൻ പറ്റുമോ? ലാൻഡ് കിട്ടുമോ? നമ്മുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിലും നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കില്ല. രണ്ടാമത്തെ ചിത്രം പാലാരിവട്ടം കൊച്ചിയാണ്. 2013 ആയിരുന്നപ്പോൾ അവിടെ ഒരുപാട് തെങ്ങും പറമ്പും ഒക്കെയുള്ള ലാൻഡ് കാണുന്നുണ്ട്.
2023 അതിൻ്റെ സ്ഥിതി ഇങ്ങനെയായി. 2033 എന്താവുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഈ പ്രദേശം നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിലും വാങ്ങാൻ വേണ്ടി സാധിക്കില്ല. അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ലാൻഡ് നമുക്കുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നമുക്കൊരു ലാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ, ഇറ്റ്സ് എ പ്രഷ്യസ് ലാൻഡായി മാറുമായിരുന്നു. അതിൻ്റെ വാല്യൂ അത്രയധികം വലിയ വാല്യൂവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഇത് നാളെയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പാലാരിവട്ടത്താണ്, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ നാളെ കാക്കനാടാണ് ഡെവലപ്മെൻറ്റ് വരാൻ പോണത്. അത് കഴിഞ്ഞ് എയർപോർട്ട് വരെ വരും. ഇങ്ങനെ ഒരു മെട്രോ സിറ്റിയുടെ ഡെവലപ്മെൻറ്റ് വളരെ റാപ്പിഡായിട്ട് ചുറ്റുമുള്ള പ്രദേശത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആളുകൾ സിറ്റിയിലേക്ക്, മെട്രോ സിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ, ബാംഗ്ലൂർ എന്ന് പറയുന്ന സിറ്റിയിൽ ഒരു ദിവസം 4000 പുതിയ ആളുകൾ അവിടെ സ്ഥിരതാമസമാക്കാനായിട്ട് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കണക്ക് പറയുന്നത്. പെർ ഡേ 4000 പീപ്പിൾ ആർ കമ്മിങ് ടു ബാംഗ്ലൂർ സിറ്റി ഫോർ സെറ്റിൽ ദെയർ പെർമനൻ്റ്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, 4000 ആളുകൾക്ക് വീട് വേണം, അവർക്ക് ഇതേമാതിരി ഹോൾ വേണം, മീറ്റിങ്ങിന് എല്ലാ ഹോട്ടൽ വേണം, ഭക്ഷണം കഴിക്കാൻ. ഇങ്ങനെ ഡേ ബൈ ഡേ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ആ പ്രദേശത്തെ ലാൻഡുകൾ ഇല്ലാതെയാവും. ആ പ്രദേശത്തെ ലാൻഡ് കൈവശമുള്ള ആളുകൾ ആരാവും? അവർ മൾട്ടി ബില്യണറായി മാറിക്കൊണ്ടിരിക്കും. ഇനിയും അടുത്തൊരു കാര്യം, ഡേ ബൈ ഡേ ദ വേൾഡ് പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ്. നമ്മൾ ലാൻഡ് കുറയുകയാണെന്ന് പറഞ്ഞു. 614 കോടി ജനങ്ങളാണ് ലോകത്തുണ്ടായിരുന്നത്. 2223 ആയപ്പോൾ 810 കോടി ജനങ്ങളായി. 2100 ആകുമ്പോൾ 1040 കോടി ജനങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് ലോകത്തുണ്ടാവുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യയിൽ 2000 105 കോടി ജനങ്ങളാണ്. 2023 142 കോടിയാണ്. 2050 ആകുമ്പോൾ 166 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവുമെന്നാണ് കണക്കാക്കുന്നത്. കേരളത്തിൽ 2000 3.18 കോടിയാണ്. 2023 3.58 കോടിയാണ്. 2035 ആകുമ്പോൾ 3.69 കോടിയാവും എന്നാണ് കണക്കാക്കുന്നത്. അതായത് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡിൻ്റെ അളവ് നാൾക്ക് നാൾ കുറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോപ്പുലേഷൻ പോകുന്നത്. എന്താണ് സംഭവിക്കുന്നത്? പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ 2100 ആകുമ്പോഴേക്കും വേൾഡിലെ 1/3 ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 1/3 ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് വേണം? റിയൽ എസ്റ്റേറ്റ് വേണം, അവർക്ക് താമസിക്കാൻ വീടുകൾ വേണം, ഹോട്ടലുകൾ വേണം, അവർക്ക് എല്ലാ വിധത്തിലുള്ള സ്കൂളുകൾ വേണം. എല്ലാ സൗകര്യങ്ങളും 1/3 ആയിട്ടുള്ള പുതിയ ആളുകൾക്ക് ഈ വേൾഡിൽ ആവശ്യമുണ്ട്. അപ്പം ഒരു ഭാഗത്ത് ഭൂമിയുടെ അളവ് കുറയുന്നു, മറുഭാഗത്ത് പോപ്പുലേഷൻ വർദ്ധിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ഇൻവേഴ്സലി പ്രൊപ്പോർഷനാണ്. നമുക്കറിയാം, ഡിമാൻഡ് സപ്ലൈ തിയറി നിങ്ങൾക്കറിയാം, എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. നമുക്ക് സപ്ലൈ കുറയുന്നു ഒരു വശത്ത് ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ അത് വളരെ വലിയ വ്യത്യാസത്തിലാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ എത്രത്തോളം പ്രൈസ് കൂടും? ഇനി വേറെ കാര്യം, നമുക്ക് പോപ്പുലേഷൻ വർദ്ധിക്കേണ്ട, പോപ്പുലേഷൻ കുറയുന്ന രാജ്യങ്ങൾ കണക്കാക്കുന്നത്. ഇപ്പം നമ്മുടെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് USA, കാനഡ, UK, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ഫ്രാൻസ്, ജർമ്മനി മുതലായ രാജ്യങ്ങളിലൊക്കെ പോപ്പുലേഷൻ കുറയുകയാണ്. പക്ഷെ അവിടെ ലാൻഡ് വാല്യൂ കുറയുന്നുണ്ടോ? അവിടെ ഇൻക്രീസ് ചെയ്യാണ്. കാരണം അവിടെ പുതിയ പുതിയ ടെക്നോളജി, പുതിയ കാര്യങ്ങൾ, ആളുകൾ അവിടേക്ക് പോകുന്നു. അവിടെയും ലാൻഡിൻ്റെ വില വർദ്ധിക്കുകയാണ്. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോവുകയാണ്, നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്കൊക്കെ പോകാനുണ്ട്. ഇനി റിയൽ എസ്റ്റേറ്റ് ഗ്രോത്ത് ഈസ് നാച്ചുറൽ എന്ന് ഞാൻ പറയുന്നത്, അതായത് എൻ്റെ ഒരു കണ്ടുപിടുത്തം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതായത് മനുഷ്യർക്ക് മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നൊക്കെ ബുദ്ധി ഉണ്ടാവാനുള്ള ഒരു കാരണം ഞാൻ വിചാരിക്കുന്നത്, നമുക്ക് 2 കാലിൽ നടക്കാൻ കഴിയുന്നത് കൊണ്ടും 2 കൈ നമുക്ക് ഫ്രീ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിയൊക്കെ ഉണ്ടാവാനുള്ള കാരണം നമുക്ക് ഈ 2 കൈ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ഓരോ സംഗതികളും. നമുക്ക് ഫ്രീ ആയിട്ടുള്ള 2 കൈകളുണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് നമുക്ക് അറിയാവുന്ന ഏറ്റവും സങ്കീർണമായിട്ടുള്ള ടെക്നോളജി, അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ മകനെ നാളെ ഒരു ഫോറസ്റ്റിലാണ് ജനിച്ചു വീഴുന്നതെന്ന് വിചാരിക്കുക, അവിടെയാണ് വളരുന്നതെന്ന് വിചാരിക്കുക. അവർക്ക് ആ കുട്ടിക്ക് ഒരു മൃഗത്തിനേക്കാളും കൂടിയ അളവിലുള്ള ബുദ്ധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ശാസ്ത്രജ്ഞൻ്റെ മകനായതുകൊണ്ട് ജന്മന ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. ലോകത്തിൽ ഒരു കാര്യവും പുതിയതായിട്ട് മുഴുവനായിട്ടും കണ്ടുപിടിക്കുന്നില്ല.
എല്ലാ കാര്യങ്ങളും ഇന്നൊവേഷൻ എന്ന് പറയുന്ന ഒന്നിൻ്റെ തുടർച്ചയാണ്. ഒരാൾ കണ്ടുവച്ചതിൽ നിന്ന് കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ഇന്നൊവേഷനും വലുതായിട്ടുണ്ടാകുന്നത്. അതായത് ഒരു സുപ്രഭാതത്തിൽ ഒരു ജെറ്റ് വിമാനം ഒരാൾക്ക് അയാളുടെ ലാബറട്ടറിയിൽ ഇരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതെല്ലാം തുടർച്ചയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതുകൊണ്ടാണ് വികസിതമായിട്ടുള്ള രാജ്യങ്ങൾ കുറച്ചും കൂടി മുന്നിൽ പോകുന്നത്, നമ്മൾ പിന്നിൽ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ വളരെ ആസൂത്രിതമായി ഒരു കാര്യത്തിന് വേണ്ടി ഫുൾ ടൈം ആളുകൾ മെനക്കിടുമ്പോഴാണ് അതിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ്റെ ഒരു ഹാബിറ്റാണ് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ. അപ്പം നമുക്ക് എവിടെയാണ് എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? എല്ലാ സംഗതിയും ലാൻഡിലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ എന്ത് കാര്യം നോക്കൂ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ബിൽഡപ്പിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ്, നമ്മുടെ ബിസിനസ്സിൻ്റെ എന്ത് ബിസിനസ് ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ലാൻഡാണ്. ഈ ലാൻഡിൽ നിന്നുകൊണ്ടേ നമുക്ക് എന്തും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വേറെ കാര്യം നമുക്ക് ഇമാജിനറി ആയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് രണ്ട് കൈ ഫ്രീ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് വരുന്നത് എവിടെയാണ്? ലാൻഡിലേക്കാണ് വരുന്നത്. നമ്മൾ മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ ബുർജ് ഖലീഫ നമ്മൾ ഉണ്ടാക്കി, ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടായി. അതിൻ്റെ ഇമ്പാക്റ്റ് എവിടേക്കാണ് വരുന്നത്? ഗൾഫിലുള്ള ആ പ്രദേശത്തേക്ക് വരികയാണ്. വാല്യൂ അഡീഷൻ എവിടെയാണ് വരുന്നത്? ലാൻഡിലേക്കാണ് വരുന്നത്. അപ്പം റിയൽ എസ്റ്റേറ്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നാച്ചുറലാണ്. അത് നമ്മുടെ മനുഷ്യകുലത്തിൻ്റെ സ്വഭാവത്തോടെ ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് ഏത് പ്രദേശത്തും നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കാം, 50 വർഷം മുമ്പത്തെ നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്? ഓരോ പ്രദേശത്തെ പറ്റി ആലോചിച്ച് നോക്കൂ. നമ്മൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ്, വാല്യൂ അഡീഷൻ, വിലവർധനവ് വരുന്നത് ലാൻഡിനാണ്. ഇപ്പം ഈ ലാൻഡ് ഇവിടെ ഒരു ബെയർ ലാൻഡായിട്ട് കിടക്കുന്ന സമയത്തുള്ള വിലയാണോ ഇതിനുള്ള ഒരു ഹോട്ടൽ വന്നു കഴിയുമ്പോൾ ഈ ലാൻഡിൻ്റെ വില? അപ്പോൾ നമ്മൾ ഈ പ്രദേശത്തെല്ലാം നമ്മൾ ഓരോന്ന് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോന്ന് ക്രിയേറ്റീവായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സൃഷ്ടിക്കുന്നതിൻ്റെ വാല്യൂ വരുന്നത് ഡയറക്റ്റായിട്ട് ലാൻഡിലേക്കാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ലാൻഡ് വാങ്ങി, പൊട്ടൻഷ്യലായിട്ടൊരു ലാൻഡ് വാങ്ങി, ആ ലാൻഡ് നിങ്ങൾ വെറുതെ ഇട്ടാൽ പോലും ഇതിന് നാച്ചുറലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ അയൽവാസിയോ അപ്പുറത്തുള്ളവനോ ഇപ്പുറത്തുള്ളവനോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റിന് ഗ്രോത്ത് ഉണ്ടാവും. അപ്പം റിയൽ എസ്റ്റേറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ്.